ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ കോൺസ്റ്റബിൾ കനകം എന്ന തെലുങ്ക് മിസ്റ്ററി ക്രൈം ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഈ വെബ് സീരീസിൽ ആകെ 6 എപ്പിസോഡ്സ് ആണുള്ളത്. എല്ലാ എപ്പിസോഡുകളും ഈ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ വെബ് സീരീസിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ആന്ധ്രാപ്രദേശിലെ റേപ്പല്ല എന്നൊരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിനടുത്തായിട്ട് അടവികുട്ട എന്ന വലിയൊരു വനമുണ്ട്. ഈ സാഹചര്യത്തിൽ ആ കാട്ടിലേക്ക് പോകുന്ന ഗ്രാമത്തിലെ പെൺകുട്ടികൾ വളരെ ദുരൂഹമായ രീതിയിൽ കാണാതാകാൻ തുടങ്ങുന്നു. അതെ, ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഈ സിനിമയുടെ നായികയായ കനകം കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നു. ഒരു ദിവസം ഞെട്ടിക്കുന്ന രീതിയിൽ കനകയുടെ സുഹൃത്തായ ചന്ദ്രികയും വളരെ ദുരൂഹമായി കാണാതാകുന്നു. പിന്നീട് സിനിമയിൽ എന്ത് സംഭവിച്ചു, കോൺസ്റ്റബിൾ കനകയ്ക്ക് ആ ഗ്രാമത്തിൽ ദുരൂഹമായി കാണാതാകുന്ന പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇതിനെല്ലാം പിന്നിൽ ഏതെങ്കിലും സൈക്കോ കില്ലർ ഉണ്ടോ, അതോ ഏതെങ്കിലും അമാനുഷിക ശക്തിയുണ്ടോ? കനക അന്വേഷണം നടത്തുമ്പോൾ വെളിപ്പെടുന്ന അടുത്തടുത്ത ട്വിസ്റ്റുകൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ റേപ്പല്ല എന്ന ഗ്രാമത്തിലേക്ക് ജ്യോതി അർദ്ധരാത്രി ബസ്സിൽ പോകുന്നത് നമ്മൾ കാണുന്നു. ജ്യോതിയുടെ സഹോദരൻ എല്ലാ ദിവസവും ഗ്രാമത്തിൽ നിന്ന് അല്പം ദൂരെയുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് തന്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു. അന്ന് ജ്യോതിയുടെ സഹോദരൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ബസ് കണ്ടക്ടർ ബസ് നിർത്തി കുറച്ചു നേരം അവിടെ കാത്തു നിൽക്കുന്നു. എന്നാൽ ബസ്സിൽ അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട ധാരാളം ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ജ്യോതി തന്നെ കണ്ടക്ടറോട്, ചേട്ടാ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു പക്ഷേ ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടാവും, അതായിരിക്കും വരാത്തത്, ഞാൻ കാടിനടുത്തുള്ള ആ കുറുക്കു വഴിയിലൂടെ വീട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ബസ് കണ്ടക്ടർ ശരി എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ജ്യോതിയുടെ സഹോദരൻ തന്റെ സ്കൂട്ടർ കേടായതുകൊണ്ട് നടു റോഡിൽ അത് നന്നാക്കാൻ ശ്രമിച്ചു നിൽക്കുന്നത് കാണുന്നു. ആ കണ്ടക്ടർക്ക് ജ്യോതിയുടെ സഹോദരനെയും പരിചയമുള്ളതുകൊണ്ട് ജ്യോതി കുറുക്കു വഴിയിലൂടെ വീട്ടിലേക്ക് പോയി എന്നറിയിക്കുന്നു. ഇവിടെ രാത്രി ആയതുകൊണ്ട് ജ്യോതി പേടിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അമിതമായി മദ്യപിച്ച് അതേ വഴിയിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ ജ്യോതിയെ പിന്തുടരാൻ തുടങ്ങി. പേടിച്ചുപോയ ജ്യോതി അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അടുത്തിടെ അടവികുട്ട കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. അവളെ പിന്തുടർന്നു വന്ന ആ രണ്ടുപേർക്ക് കാടിനുള്ളിലേക്ക് പോകാൻ ഭയമായതുകൊണ്ട് അവർ തിരികെ പോകുന്നു. ഈ സമയം കാടിനുള്ളിലൂടെ നടന്നു പോവുകയായിരുന്ന ജ്യോതിക്ക് വളരെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ആരോ അവളെ ആക്രമിക്കുകയും അതോടെ ആ സീൻ അവസാനിക്കുകയും ചെയ്യുന്നു. സിനിമയുടെ കഥ നടക്കുന്നത് 1998 കാലഘട്ടത്താണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജ്യോതിയെ പോലെ റേപ്പല്ല എന്ന ഗ്രാമത്തിലെ ഒരുപാട് പെൺകുട്ടികൾ ദുരൂഹമായി കാണാതായിട്ടുണ്ട് എന്നാണ്. പോലീസ് എത്രയൊക്കെ തെരഞ്ഞിട്ടും കാണാതായ പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ടു ഭയന്ന ഗ്രാമത്തിലെ സ്ത്രീകൾ അടവികുട്ട എന്ന കാടിന്റെ ഭാഗത്തേക്ക് പോകാതായി. മറുവശത്ത് റേപ്പല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കും ആ കാടിന്റെ ഭാഗത്തേക്ക് പോകാൻ ഭയമായിരുന്നു. ആരും കാടിനുള്ളിലേക്ക് പോകരുതെന്ന് കരുതി കാടിന്റെ പ്രവേശന കവാടത്തിൽ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. മറുവശത്ത് കാണാതായ തന്റെ സഹോദരിയെ ഇതുവരെ കണ്ടെത്താനായില്ലല്ലോ എന്നോർത്ത് ജ്യോതിയുടെ സഹോദരൻ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ടായിരുന്നു. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിലെ മിക്കവാറും എല്ലാ പോലീസുകാരും ശരിയായി ജോലി ചെയ്തിരുന്നില്ല. പക്ഷെ ആ സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന സാംബയും സിനിമയുടെ നായികയായ കോൺസ്റ്റബിൾ കനകയും മാത്രമാണ് കൃത്യമായി ജോലി ചെയ്തിരുന്നത്. അടുത്ത സീനിൽ കുളിക്കാനായി പോകുമ്പോൾ ഒരു പല്ലിയെ കണ്ട് ഭയപ്പെടുന്ന നായിക കനകയെ നമ്മൾ കാണുന്നുണ്ട്. കനക ആ ഗ്രാമത്തിൽ തന്റെ അടുത്ത സുഹൃത്തായ ചന്ദ്രിക എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഈ ചന്ദ്രിക കനകയെ സ്വന്തം സഹോദരിയെ പോലെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ കനകയുടെ കരച്ചിൽ കേട്ട് അവിടേക്ക് വന്ന ചന്ദ്രിക ആ പല്ലിയെ ഓടിച്ച് അവളെ കുളിക്കാൻ അയക്കുന്നു. മറുവശത്ത് അന്നു മുതൽ ആ ഗ്രാമത്തിൽ 5 ദിവസത്തെ ഗ്രാമദേവതയുടെ ഉത്സവം ആരംഭിച്ചിരുന്നു. ഇവിടെ കനക കുളിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് തന്റെ ടിഫിൻ ബോക്സിൽ ഉണ്ടായിരുന്ന കുറച്ച് ചോറ് എടുത്ത് അവിടെ ഒരു തിണ്ണയിൽ വെക്കുന്നു. കനക പോയതിനു ശേഷം ഒരു കാക്ക വന്ന് ആ ചോറ് കഴിക്കുന്നുണ്ട്. മരിച്ചുപോയ തന്റെ അമ്മ കാക്കയുടെ രൂപത്തിൽ വന്ന് ചോറ് കഴിക്കുന്നു എന്നാണ് കനക വിശ്വസിക്കുന്നത്. അന്നും കനക ഡ്യൂട്ടിക്ക് വൈകിയാണ് വന്നത്. അതുകൊണ്ട് സബ് ഇൻസ്പെക്ടർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ വഴക്കു പറയുന്നു. പെൺകുട്ടികൾ ഈ പോലീസ് ജോലിക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ലേഡീസ് കോടതിയിൽ ജോലിക്ക് കയറി ഞങ്ങളുടെ എല്ലാം ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന കോൺസ്റ്റബിൾ സാംബ എപ്പോഴും കനകയെ പിന്തുണച്ചിരുന്നു. അപ്പോൾ സബ് ഇൻസ്പെക്ടർ കനക അന്നും ഡ്യൂട്ടിക്ക് വൈകിയതുകൊണ്ട് ഗ്രാമത്തിലെ ഉത്സവത്തിന് സുരക്ഷാ ചുമതല നൽകുന്നു. കനക ശരിയെന്ന് പറഞ്ഞ് ഉത്സവ സ്ഥലത്തേക്ക് പോയി ഒരു പ്രശ്നവും ഉണ്ടാകാതെ നോക്കുന്നു. ആ ഉത്സവം ഗ്രാമത്തിലെ പ്രസിഡന്റ് വളരെ ഭംഗിയായിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതേ ഗ്രാമത്തിലെ ബാലരാജു എന്നൊരാൾ ഉത്സവത്തിന് വന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് കനകയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടൻ തന്നെ അവനെ വിളിച്ച് ശരിക്ക് താക്കീത് നൽകി അവിടെ നിന്ന് അയക്കുന്നു. മറുവശത്ത് ചന്ദ്രികയും ദൈവത്തിന് മുന്നിൽ നൃത്തം ചെയ്യുമ്പോൾ ബാബ്ജി എന്നൊരു ചെറുപ്പക്കാരൻ അവളുടെ ദേഹത്തേക്ക് വീഴുന്നു. ഇതിൽ ദേഷ്യം വന്ന ചന്ദ്രിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കരണത്ത് ശക്തിയായിട്ട് അടിക്കുന്നു. ഈ ബഹളം കേട്ട പ്രസിഡന്റ് ഉടൻ തന്നെ അവിടേക്ക് വന്ന് വഴക്ക് തീർത്ത് വീണ്ടും നൃത്തം ചെയ്യാൻ പറയുന്നു. ഉടൻ തന്നെ കനക അവിടെ വന്ന് ചന്ദ്രികയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. സത്യത്തിൽ നാളെ ചന്ദ്രികയുടെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് കനക അവളെ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയി പിറന്നാൾ ആശംസകൾ നേർന്ന് ഒരു സമ്മാനം നൽകുന്നു. പിന്നീട് ചന്ദ്രികയ്ക്ക് എപ്പോഴും കള്ളു കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കനക കള്ളും കൊണ്ടുവന്നിരുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് കള്ളു കുടിച്ചതിന് ശേഷം ലഹരിയിൽ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അടവികുട്ട എന്ന കാടിന് സമീപത്തോടെ പോകുമ്പോൾ പെട്ടെന്നൊരു കാട്ടുപന്നി അവരുടെ വണ്ടിക്ക് കുറുകെ ചാടുന്നു. ലഹരിയിലായതുകൊണ്ട് കനകയ്ക്ക് വണ്ടി നിയന്ത്രിക്കാൻ കഴിയാതെ അവർ താഴെ വീഴുന്നു. അതോടെ ആ സീൻ അവിടെ അവസാനിക്കുന്നു.
പിറ്റേന്ന് രാവിലെ കനക കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തിച്ചേരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ചന്ദ്രികയുടെ അമ്മായി കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ചന്ദ്രികയെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന് പരാതി നൽകുന്നു. ഇത് കേട്ട കനകയ്ക്കും മറ്റു പോലീസുകാർക്കും വലിയ ഞെട്ടലുണ്ടായി. ഇപ്പോൾ കനക കഴിഞ്ഞ ദിവസം തങ്ങൾക്ക് അപകടം സംഭവിച്ചതിന് ശേഷം എന്ത് നടന്നുവെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം വണ്ടിയിൽ നിന്ന് വീണപ്പോൾ ചന്ദ്രികയ്ക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിരുന്നു. എന്നാൽ കനകയുടെ കൈക്ക് നല്ല മുറിവുണ്ടായതുകൊണ്ട് രക്തം വരുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ചന്ദ്രിക കനകയും കൂട്ടി ഉത്സവത്തിന് വെച്ചിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. കനകയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ അവർക്ക് ഡ്രിപ്പ് ഇടണമെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രിക കനകയോട്, കനക രാത്രിയായില്ലേ, നീ ഡ്രിപ്പ് ഇട്ട് വിശ്രമിച്ച് രാവിലെ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാനിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മായി പേടിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന നഴ്സിന്റെ കൂടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഇപ്പോൾ ഉത്സവത്തിൽ വഴക്കുണ്ടായതിനു ശേഷം ചന്ദ്രികയെ കനക തന്റെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് ബാബു എന്ന മറ്റൊരു കോൺസ്റ്റബിൾ കണ്ടിരുന്നു. അയാൾ അത് സബ് ഇൻസ്പെക്ടർ അറിയിച്ചതുകൊണ്ട് സബ് ഇൻസ്പെക്ടർ ഇപ്പോൾ കനകയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാണാതായ ചന്ദ്രികയും നീയും എങ്ങനെയാണ് സുഹൃത്തുക്കളായതെന്ന് ചോദിച്ചപ്പോൾ കനക മറ്റൊരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കനകയ്ക്ക് റേപ്പല്ല പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്നു. അവിടെ ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രിക അതേ വഴിയിൽ കാറിൽ വരുന്നുണ്ടായിരുന്നു. കനകയെ തന്റെ കാറിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇറക്കി വിടുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവർ പലതവണ കണ്ടുമുട്ടി അടുത്ത സുഹൃത്തുക്കളായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചന്ദ്രികയുടെ കൂടെ പോയ ആ നഴ്സിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്തെന്നാൽ ഈ നഴ്സും ചന്ദ്രികയും വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ നഴ്സിന്റെ കാമുകൻ അവിടേക്ക് വന്നിരുന്നു. ഇവരുടെ ഇടയിൽ ഞാനെന്തിന് ശല്യമാകണമെന്ന് കരുതി ചന്ദ്രിക തനിയെ വീട്ടിലേക്ക് നടന്നുപോയിരുന്നു. ഇത്രയുമാണ് സാർ നടന്നത്, പിന്നീട് എന്തുണ്ടായെന്ന് എനിക്ക് അറിയില്ല എന്ന് ആ നഴ്സ് പറയുന്നു. ഇപ്പോൾ കനകയ്ക്ക് ഉത്സവത്തിൽ അന്ന് ബാബ്ജി എന്ന ചെറുപ്പക്കാരൻ ചന്ദ്രികയുടെ ദേഹത്ത് വീണ് വഴക്കുണ്ടാക്കിയത് പെട്ടെന്ന് ഓർമ്മ വരുന്നു. തീർച്ചയായും അവൻ തന്നെയാണ് ചന്ദ്രികയെ എന്തോ ചെയ്തതെന്ന് കരുതി സബ് ഇൻസ്പെക്ടർ അടുത്ത് പോയി അറിയിക്കുന്നു. ഉടനെ തന്നെ ആ സബ് ഇൻസ്പെക്ടർ ബാബ്ജിയെ പിടിച്ചുകൊണ്ടുവരാൻ 2 കോൺസ്റ്റബിൾമാരെ അയക്കുന്നു. എന്നാൽ ആ കോൺസ്റ്റബിൾമാർ ഗ്രാമത്തിൽ എത്ര തിരഞ്ഞിട്ടും ബാബ്ജിയെ കണ്ടെത്താനായില്ല. അതേസമയം ഗ്രാമത്തിലെ കുളത്തിനരികിൽ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് സബ് ഇൻസ്പെക്ടർക്ക് വിവരം ലഭിക്കുന്നു. കനകയ്ക്ക് ഒരുപക്ഷെ ആ മൃതദേഹം ചന്ദ്രികയുടേതായിരിക്കുമോ എന്ന് വലിയ ഭയം ഉണ്ടാകാൻ തുടങ്ങി. ഉടനെ തന്നെ ആ മൃതദേഹം കിടക്കുന്ന കുളത്തിനരികിൽ പോയി നോക്കിയപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെട്ടു. കുളത്തിനരികിൽ കിടന്നിരുന്ന ആ മൃതദേഹം ഉത്സവത്തിൽ ചന്ദ്രികയുമായി വഴക്കിട്ട ആ ബാബ്ജി എന്ന ചെറുപ്പക്കാരന്റേതായിരുന്നു. ഇപ്പോൾ ചന്ദ്രികയുടെ കേസിൽ തങ്ങൾ സംശയിച്ചിരുന്ന ബാബ്ജി തന്നെ മരിച്ചു കിടക്കുന്നത് കണ്ട കനകയ്ക്ക് വീണ്ടും ഞെട്ടലുണ്ടായി. സീൻ മാറി സിനിമയിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും സ്കൂളിൽ വഴക്കുണ്ടാക്കുകയും സഹപാഠികളെ അടിക്കുകയും ചെയ്തിരുന്നു. ഈ കുട്ടിയുടെ സ്വഭാവം ഒരുതരം വിചിത്രമായിരുന്നു. അവന് ഏതെങ്കിലും വസ്തു ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരെ ഇഷ്ടപ്പെട്ടാലോ അവർ എപ്പോഴും തന്നോടൊപ്പം മാത്രമാകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ തന്റെ അടുത്ത സുഹൃത്ത് മറ്റൊരു കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചതറിഞ്ഞ് അവൻ സ്വന്തം സുഹൃത്തിനെ തന്നെ നന്നായി മർദ്ദിച്ചിരുന്നു. ഈ വിവരം സ്കൂൾ പ്രിൻസിപ്പലിനെ അറിയുകയും ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് നന്നായി വഴക്ക് പറയുകയും ചെയ്തു. അതേ ദേഷ്യത്തിൽ ഈ കുട്ടിയുടെ അച്ഛൻ അവനെ മുറിയിൽ പൂട്ടിയിട്ട് നന്നായി അടിച്ചു. അന്നു മുതൽ ഈ കുട്ടിക്ക് സ്വന്തം അച്ഛനോടും വെറുപ്പ് തുടങ്ങി. എന്നാൽ അവന്റെ അമ്മ മാത്രം അവനെ സമാധാനിപ്പിച്ച് വളരെ സ്നേഹത്തോടെ നോക്കിയിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ വളർത്തിയിരുന്ന ഒരു ചെറിയ നായ്ക്കുട്ടി തന്റെ അച്ഛനോടൊപ്പം കളിക്കുന്നത് അവൻ കണ്ടു. അത് കണ്ടയുടൻ ദേഷ്യം വന്ന ആ ചെറിയ നായ്ക്കുട്ടിയെ എടുത്ത് ജീവനോടെ കത്തിച്ചു കളഞ്ഞു. തന്റെ മകന്റെ ഈ സൈക്കോ സ്വഭാവം കണ്ട അവന്റെ അച്ഛന് വീണ്ടും ഞെട്ടലുണ്ടായി. വീണ്ടും അവനെ മുറിയിൽ പൂട്ടിയിട്ട് നന്നായി അടിച്ചു. നേരത്തെ തന്നെ അച്ഛനെ വെറുത്തിരുന്ന ആ കുട്ടി ഇപ്പോൾ കൂടുതൽ വെറുക്കാൻ തുടങ്ങി. അവൻ അമ്മയോട്, അമ്മേ നമ്മൾ അച്ഛന്റെ കൂടെ താമസിക്കണ്ട, അമ്മ ഒരു കാരണവശാലും അച്ഛനോട് സംസാരിക്കരുത് എന്ന് താക്കീത് നൽകി. എന്നാൽ അതേ ദിവസം അവന്റെ അച്ഛനും അമ്മയും മുറിയിൽ റൊമാൻസ് ചെയ്യുന്നത് അവൻ കണ്ടു. എത്ര പറഞ്ഞിട്ടും അവന്റെ വാക്ക് കേട്ടില്ലല്ലോ എന്നോർത്ത് പിറ്റേന്ന് രാവിലെ അവന്റെ അമ്മ ടെറസിൽ തുണി ഉണക്കാനിടുമ്പോൾ അവൻ അവളെ താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. സീൻ മാറി കഥ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുന്നു. ചന്ദ്രികയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. 24 മണിക്കൂറിനുള്ളിൽ എന്റെ മകൾ ചന്ദ്രികയെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാം ഇവിടുന്ന് സ്ഥലം മാറ്റിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. പിറ്റേന്ന് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആ സബ് ഇൻസ്പെക്ടറെ ഹൈദരാബാദിലേക്ക് ഒരു മീറ്റിംഗിന് വിളിക്കുന്നുണ്ട്. ആ സബ് ഇൻസ്പെക്ടർ ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുമ്പ് ചന്ദ്രികയുടെ കേസ് കോൺസ്റ്റബിൾ ബാബുവിനെ ഏൽപ്പിക്കുന്നു. താൻ എത്ര അപേക്ഷിച്ചിട്ടും ചന്ദ്രികയുടെ കേസ് തന്നെ ഏൽപ്പിക്കാത്തതിന് കനകയ്ക്ക് വളരെ വിഷമമായി. ഇപ്പോൾ അറിയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ കോൺസ്റ്റബിൾ ബാബുവിന് കനകയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം കനകയുടെ പോസ്റ്റിൽ തന്റെ അമ്മായിയുടെ മകളെ ജോലിക്ക് കയറ്റണമെന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. ഇതേ വിഷയത്തിൽ ആ കോൺസ്റ്റബിൾ ബാബു ഹെഡ് കോൺസ്റ്റബിൾ സാംബയോടും സംസാരിച്ചിരുന്നു. എന്നാൽ കൈക്കൂലിക്ക് ആഗ്രഹിച്ച ഹെഡ് കോൺസ്റ്റബിൾ സാംബ മെറിറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട കനകയ്ക്ക് ഓഫർ ലെറ്റർ അയച്ചിരുന്നു. അന്നു മുതൽ ബാബു സാംബയോടും കനകയോടും പ്രതികാരം വീട്ടാൻ ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാബു ചന്ദ്രികയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഗ്രാമത്തിലെല്ലാം പോസ്റ്ററുകൾ ഒട്ടിക്കുന്നുണ്ട്. ചുമരിൽ തന്റെ സുഹൃത്ത് ചന്ദ്രികയെ കാണാനില്ലെന്ന് ഒട്ടിച്ച പോസ്റ്റർ കണ്ട കനകയ്ക്ക് വളരെ വിഷമമായി. ഇപ്പോൾ ചന്ദ്രികയുടെ കേസ് തന്നെ ഏൽപ്പിച്ചില്ലെങ്കിലും തന്റെ സുഹൃത്തിന് എന്തു പറ്റിയെന്ന് കണ്ടെത്തണമെന്ന് കനക തീരുമാനമെടുക്കുന്നു. ഉടനെ തന്നെ അന്ന് ചന്ദ്രികയുമായി ഉത്സവത്തിൽ വഴക്കിട്ട ബാബ്ജിയുടെ സുഹൃത്തിനെ പോയി കാണുന്നു.
ഇപ്പോൾ അറിയുന്ന ട്വിസ്റ്റ് എന്തെന്നാൽ ബാബ്ജി യഥാർത്ഥത്തിൽ ചന്ദ്രികയെ സ്നേഹിച്ചിരുന്നു. പലതവണ ചന്ദ്രികയോട് തന്റെ പ്രണയം പറയാൻ പോയി ധൈര്യമില്ലാതെ തിരികെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം ചന്ദ്രികയ്ക്ക് അറിയില്ലായിരുന്നു. അന്ന് ആ ബാബ്ജി മനഃപൂർവ്വം തന്റെ ദേഹത്തേക്ക് വീണതാണെന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്റെ കരണത്തടിച്ചിരുന്നു. അന്ന് രാത്രി ബാബ്ജി അതേ വിഷമത്തിൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഗ്രാമത്തിനു പുറത്ത് മദ്യപിച്ചിരിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ ചന്ദ്രികയുടെ രാവിലെ നടന്ന സംഭവത്തിന് ക്ഷമ ചോദിച്ച് പ്രണയാഭ്യർത്ഥന നടത്തണമെന്ന് തീരുമാനിച്ച് പുറപ്പെടുന്നു. മാഡം, ഇത്രയുമാണ് നടന്നത്. പിറ്റേന്ന് നോക്കിയപ്പോൾ കുളത്തിനരികിൽ ബാബ്ജിയുടെ മൃതദേഹം കിടന്നിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉടൻ കനക ഉടൻ തന്നെ ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് വരുന്നു. സർ, ഈ ഗ്രാമത്തിൽ പെൺകുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി വളരെ ദുരൂഹമായി കാണാതാകുന്നു. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആരുടെയോ പങ്കുണ്ട്. അതിന് പ്രസിഡന്റ് പറയുന്നുണ്ട്, നോക്കൂ കനക, നമ്മുടെ ഗ്രാമത്തിൽ അത്തരം മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആരുമില്ല. എന്തായാലും കോൺസ്റ്റബിൾ ബാബു ഇത് അന്വേഷിക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ കമ്മീഷണറോടും സംസാരിക്കാം എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ ബാബു കനകയെ കാണുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ച കേസ് ഈ കനക അന്വേഷിക്കുന്നത് കണ്ട് ബാബുവിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. ഉടനെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ സാംബയുടെ അടുത്ത് വന്ന് പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ സാംബ കനകയെ സംരക്ഷിക്കാനായി അവളെ വഴക്ക് പറയുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് ശിക്ഷയായി ഇന്ന് രാത്രി അടവികുട്ട ചെക്ക് പോസ്റ്റിന് സമീപം നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നു. സാംബയും തന്നെ വഴക്ക് പറഞ്ഞല്ലോ എന്നോർത്ത് കനകയ്ക്ക് വളരെ ദുഃഖമായി. ശരിയെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഡ്യൂട്ടി ചെയ്യാനായി അടവികുട്ട ചെക്ക് പോസ്റ്റിന്റെ സമീപത്തേക്ക് വരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവിടേക്ക് വന്ന സാംബ താൻ എന്തിനാണ് അവളെ വഴക്ക് പറഞ്ഞതെന്ന് കനകയെ മനസ്സിലാക്കിയിരുന്നു. നീ തനിച്ച് ഇവിടെ ഇരിക്കുന്നത് അപകടമാണ്, ഞാനും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങുന്നു. കുറച്ചു സമയത്തിന് ശേഷം സാംബ ഉണർന്നു നോക്കിയപ്പോൾ കനക ചെക്ക് പോസ്റ്റ് കടന്ന് കാടിനുള്ളിലേക്ക് കുറച്ചു ദൂരം പോയി നിൽക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് പോയി, കനക, ഉള്ളിലേക്ക് പോകരുതെന്ന് അറിയില്ലേ, ഈ കാട് വളരെ അപകടകരമാണ്, ഇതിനുള്ളിൽ പോയ ഒരു പെൺകുട്ടിയും തിരികെ വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കനക മുകളിലേക്ക് നോക്കി, ചേട്ടാ ഒന്ന് മുകളിലേക്ക് നോക്കിയേ എന്ന് കാണിക്കുന്നു. ഞെട്ടിക്കുന്ന രീതിയിൽ അവരുടെ തലയ്ക്ക് മുകളിലായി 100 കണക്കിന് കാക്കകൾ ഒരേ സമയം വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തോ രഹസ്യമുണ്ടെന്ന് കരുതി ഇരുവരും ആ കാക്കകളെ പിന്തുടർന്ന് കാടിനുള്ളിലേക്ക് വരുന്നു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് കാക്കക്കൂട്ടങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നു. ആ കാക്കക്കൂട്ടങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട കനകയ്ക്ക് ഞെട്ടലുണ്ടായി. സാംബ എന്തായി എന്ന് ചോദിച്ചപ്പോൾ കനക ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ചേട്ടാ, സാധാരണയായി കാക്കകൾ വളരെ ശക്തമായി മരത്തിൽ കൂടുകൾ കൂട്ടാറുണ്ട്. അവ സ്വാഭാവികമായി മരത്തിൽ നിന്ന് താഴെ വീഴാൻ സാധ്യതയില്ല. തീർച്ചയായും ഈ കാക്കക്കൂട്ടങ്ങളെ ആരോ മനഃപൂർവ്വം മരത്തിൽ നിന്ന് താഴെ ഇറക്കിയതാണ്. കൂടാതെ കാക്കകൾ തങ്ങളുടെ മുട്ടകൾ സുരക്ഷിതമായിരിക്കാനും കൂട് ബലമുള്ളതായിരിക്കാനും വേണ്ടി സഞ്ജീവനി മരത്തിന്റെ വേരുകൾ ഉപയോഗിക്കും. ചേട്ടാ, ഈ വേര് എത്രത്തോളം അപകടകരമാണെന്നാൽ കാക്കകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതിനു ശേഷം ആ മരം മുഴുവൻ ഉണങ്ങിപ്പോകും. ഇങ്ങനെയുള്ള വേരുകൾ മന്ത്രവാദികൾ ദുർമന്ത്രവാദത്തിനും ക്ഷുദ്രപൂജകൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക അവിടെ വീണ് കിടന്ന ഒരു വാച്ച് കാണുന്നു. ആ വാച്ച് കണ്ടയുടൻ ഇത് മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവൾക്ക് തോന്നി. എവിടെയാണെന്ന് ഓർത്തപ്പോൾ ഉത്സവത്തിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്ന ബാലരാജുവിന്റെ കയ്യിൽ ഈ വാച്ച് കനക കണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആ ബാലരാജുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നന്നായി അടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്നലെ നീ ഗ്രാമത്തിൽ തുടർച്ചയായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ്? കാണാതായ പെൺകുട്ടികളെല്ലാം എവിടെയുണ്ട് എന്ന് ചോദിച്ച് നന്നായി അടിച്ചു. ബാലരാജു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തിനും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകണം? മാഡം, സത്യത്തിൽ അന്ന് ഉത്സവത്തിൽ ഞാൻ ശല്യം ചെയ്തത് എന്റെ സ്വന്തം അമ്മായിയുടെ മകളെയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ കാട്ടിൽ പന്നിയെ വേട്ടയാടാൻ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന കാട്ടിലെ ആ സ്ഥലത്ത് ആരോ ദുർമന്ത്രവാദം ചെയ്യുന്നത് കണ്ട് എനിക്ക് വളരെ ഭയമായി. പേടിച്ച് ഞാൻ തിരികെ ഓടി വരുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് അബദ്ധത്തിൽ അവിടെ വീണുപോയതാണ്. ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല മാഡം എന്ന് പറയുന്നു. അതിന് കനക, ശരി, കാട്ടിൽ ദുർമന്ത്രവാദം ചെയ്തിരുന്നത് ആരാണ്? അവന്റെ മുഖം കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ബാലരാജു പറയുന്നു, മാഡം, ഇരുട്ടായതുകൊണ്ട് അവന്റെ മുഖം എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൻ ദേഹത്ത് ഒരു വലിയ തൃശൂലത്തിന്റെ പച്ച കുത്തിയിരുന്നു എന്ന് പറയുന്നു. ഇവന്റെ വാക്കുകൾ കേട്ട കനക സാംബയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടാ, ഇതുവരെ ഈ ഗ്രാമത്തിൽ ഏതൊക്കെ പെൺകുട്ടികളാണോ കാണാതായത് അവരെല്ലാവരും പൗർണമി ദിവസമാണ് കാണാതായത്. ആ ബാലരാജു പറയുന്നതനുസരിച്ച് സാധാരണമായി ദുർമന്ത്രവാദം ചെയ്യുന്നവർ അമാവാസി ദിവസമാണ് അത് ചെയ്യാറുള്ളത്. ഈ ബാലരാജു പറയുന്ന മന്ത്രവാദി എന്തോ വ്യത്യാസമായിട്ടാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നു. അതിന് സാംബ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയും പൗർണമി ദിവസം തന്നെയല്ലേ കാണാതാകേണ്ടിരുന്നത്? അവളെ കാണാതായത് പൗർണമി ദിവസം അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ചേട്ടാ, അത് തന്നെയാണ് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ മന്ത്രവാദി ഓരോ പൗർണമി ദിവസവും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് 100% ഉറപ്പാണ് അടുത്ത പൗർണമി ദിവസവും മറ്റൊരു പെൺകുട്ടി തട്ടിക്കൊണ്ടുപോകപ്പെടും. ഇത്തവണ എങ്ങനെയെങ്കിലും അവൻ ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ ആ ഗ്രാമത്തിൽ പച്ച കുത്തുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. അതിന് ആ സ്ത്രീ, ഇല്ലമ്മ, ഞാൻ അത്തരം വലിയ പച്ചകളൊന്നും കുത്താറില്ല, കയ്യിൽ ചെറിയ പച്ചകൾ കുത്തും, അത്രമാത്രം എന്ന് പറയുന്നു. ആ ഗ്രാമത്തിൽ ആരൊക്കെയാണോ മന്ത്രവാദവും ദുർമന്ത്രവാദവുമായി നടക്കുന്നത് അവരെല്ലാം പിടിച്ച് അവരുടെ ദേഹത്ത് തൃശൂലത്തിന്റെ പച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സീൻ മാറി അടുത്ത സീനിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ബാബു എന്നൊരു പാചകക്കാരൻ ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു മദ്യപൻ മധുരം നന്നായില്ലെന്ന് പറഞ്ഞ് ബാബുവിന്റെ മുഖത്ത് തുപ്പി. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടല്ലോ എന്നോർത്ത് ബാബു ഉടൻ തന്നെ വീട്ടിൽ പോയി മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് തുപ്പിയ ആ വ്യക്തി ദുരൂഹമായി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വ്യക്തി ആരായിരിക്കുമെന്ന് കനക ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു.
അന്ന് അവർക്ക് അപകടം സംഭവിച്ചപ്പോൾ ചികിത്സയ്ക്കായി ഉത്സവത്തിലെ മെഡിക്കൽ ക്യാമ്പിൽ പോയിരുന്നല്ലോ. അപ്പോൾ ആ ഡോക്ടറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫയലിനുള്ളിൽ ഒരു തൃശൂലത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നത് അവൾ കണ്ടിരുന്നു. ഉടനെ തന്നെ മെഡിക്കൽ ക്യാമ്പിൽ പോയി ആ ഫയലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ റാവു അത് കൊണ്ടുപോയി എന്ന് നഴ്സ് പറയുന്നു. ഉടൻ തന്നെ കനക ഡോക്ടർ റാവുവിനെ കാണാനായി വൈസാഗിലേക്ക് പോകുന്നു. സർ, അന്ന് ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നപ്പോൾ ഒരു ഫോട്ടോയിൽ ഒരു വ്യക്തിയുടെ ദേഹത്ത് തൃശൂലത്തിന്റെ പച്ചകുത്തിയിരുന്നത് കണ്ടിരുന്നു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ആരാണ്? ആ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് ചോദിക്കുന്നു. അതിന് ഡോക്ടർ മറുപടി പറയുന്നു, മാഡം, അയാൾ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നതുകൊണ്ട് കേസ് സ്റ്റഡിക്കായി ഞങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ അത് തന്നതാണ് എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ വിക്രം സിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ കനക ആ വിക്രം സിംഗിനെ തേടി ഡൽഹിയിലേക്ക് പോകുന്നു. വിക്രം സിംഗിനോട് തന്റെ ഗ്രാമത്തിൽ നടക്കുന്ന ദുരൂഹമായ മിസ്സിംഗ് കേസുകളെ കുറിച്ച് വിശദീകരിച്ച് ആ തൃശൂലത്തെ കുറിച്ച് ചോദിക്കുന്നു. ഇപ്പോൾ വിക്രം സിംഗ് തന്റെ ദേഹത്ത് ആ തൃശൂലത്തിന്റെ പച്ച എന്തിനായിരുന്നു എന്ന് പറയാൻ തുടങ്ങുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ വിക്രം സിംഗിനോടൊപ്പം അവന്റെ ബാച്ചിൽ ആകെ 25 സൈനികർ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം കേദാർനാഥ് തീർത്ഥാടകർക്ക് സുരക്ഷ നൽകാനായി പോയപ്പോൾ തീവ്രവാദികൾ പെട്ടെന്ന് ഇവരെ ആക്രമിച്ചു. ഉടനെ തന്നെ എല്ലാ സൈനികരും ആ തീവ്രവാദികളെ അടിച്ചുകൊന്നു. തങ്ങൾ കേദാർനാഥിന് സമീപം ജോലി ചെയ്തിരുന്നതുകൊണ്ട് ആ ശിവൻ തന്നെയാണ് തങ്ങളെ രക്ഷിച്ചതെന്നും അതിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ എല്ലാവരുടെയും ദേഹത്ത് തൃശൂലത്തിന്റെ പച്ച കുത്താമെന്നും പറഞ്ഞ് അവർ പച്ചകുത്തിയിരുന്നു. ശരി സർ, നിങ്ങളുടെ കൂടെ വിരമിച്ച സൈനികർ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. എന്റെ കൂടെ വിരമിച്ച പല സൈനികരും ഇതിനോടകം മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന കുറച്ചു പേർ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നയാൾ പറയുന്നു. കനക അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വിക്രം സിംഗിന് ഒരു കാര്യം ഓർമ്മ വരുന്നു. കനക, ഞങ്ങൾ കേദാർനാഥ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ദക്ഷിണേന്ത്യക്കാരനായ ഒരു പാചകക്കാരനും ഉണ്ടായിരുന്നു. അവനും അന്ന് ഞങ്ങളുടെ കൂടെ തൃശൂലത്തിന്റെ പച്ച കുത്തിയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. ആ പാചകക്കാരന്റെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാമോ എന്ന് കനക ചോദിക്കുന്നുണ്ട്. എന്നാൽ വിക്രം സിംഗിന്റെ കയ്യിൽ ആ പാചകക്കാരന്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഗ്രാമത്തിലെ മറ്റൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എന്റെ മകളെ കാണാനില്ല എന്ന് പരാതി നൽകുന്നു. ഇപ്പോൾ കനക പറഞ്ഞതുപോലെ പിറ്റേന്ന് പൗർണമിയായിരുന്നു. കനക ഊഹിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയും തട്ടിക്കൊണ്ടുപോകപ്പെട്ടല്ലോ എന്നോർത്ത് എല്ലാവർക്കും ഞെട്ടലുണ്ടായി. ഗ്രാമത്തിൽ മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അറിഞ്ഞുകൊണ്ട് കനക ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. പിറ്റേന്ന് രാത്രി ആ കാടിനുള്ളിൽ ആ പെൺകുട്ടിയെ കണ്ടെത്താനായേക്കുമെന്ന് കരുതി തിരഞ്ഞു പോകുന്നു. അങ്ങനെ കനക കാടിനുള്ളിലേക്ക് വരുമ്പോൾ ഒരിടത്ത് നിന്ന് വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം വരുന്നിടത്തേക്ക് പതുക്കെ പോയി നോക്കുമ്പോൾ ഒരു വ്യക്തി ക്ഷുദ്രപൂജ ചെയ്യുന്നത് കാണുന്നു. അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ ആ വ്യക്തിയുടെ പുറത്ത് തൃശൂലത്തിന്റെ പച്ചയുണ്ടായിരുന്നു. ആ വ്യക്തി ആരാണെന്നറിയാനായി മുന്നിൽ പോയി നോക്കുമ്പോൾ സിനിമയിൽ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നു. അവിടെ ക്ഷുദ്രപൂജ ചെയ്തിരുന്നത് മറ്റാരുമല്ല, ആ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആയിരുന്നു. അവനെ പിടിക്കാൻ കനക പോയപ്പോൾ അവൻ അവളെ തന്നെ നന്നായി അടിച്ചു. അതേസമയം കനകയെ പിന്തുടർന്നിരുന്ന കോൺസ്റ്റബിൾ ബാബു അവിടേക്ക് വരുന്നു. പ്രസിഡന്റ് ആ ബാബുവിനെ നന്നായി അടിച്ചു കൊല്ലുമെന്ന ഘട്ടമായപ്പോൾ കനകയുടെ കയ്യിൽ ഒരു ബെൽറ്റ് കിട്ടുന്നു. കനകയുടെ കയ്യിൽ ബെൽറ്റ് കിട്ടിയോടൻ ആ പ്രസിഡന്റ് ചെറിയ കുട്ടികളെ പോലെ പെരുമാറാൻ തുടങ്ങി. അച്ഛാ, ദയവായി എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവൻ ബെൽറ്റ് കണ്ട് പേടിക്കുന്നത് കണ്ട കനക അതുകൊണ്ട് തന്നെ അവനെ നന്നായി അടിക്കുന്നു. വിവരമറിഞ്ഞ മറ്റു പോലീസുകാർ അവിടേക്ക് വന്ന് പ്രസിഡന്റിനെ സ്റ്റേഷനിലേക്ക് വലിച്ചു കൊണ്ടുപോയി നന്നായി അടിച്ച് ചോദ്യം ചെയ്യുന്നു. പോലീസ് എത്രയൊക്കെ അടിച്ചിട്ടും അവനൊന്നും പ്രതികരിക്കാതെ മന്ത്രങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ കനക വീണ്ടും ബെൽറ്റുമായി സെല്ലിനുള്ളിലേക്ക് പോയപ്പോൾ ആ പ്രസിഡന്റ് വീണ്ടും പേടിക്കാൻ തുടങ്ങി. കനക ആ ബെൽറ്റ് കാണിച്ച് പേടിപ്പിച്ച് യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പ്രസിഡന്റ് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. കുറച്ചു മുൻപ് തന്റെ അമ്മയെ തന്നെ കൊലപ്പെടുത്തിയ ഒരു സൈക്കോ കുട്ടിയെ നമ്മൾ കണ്ടിരുന്നല്ലോ. ആ കുട്ടി മറ്റാരുമല്ല, ഈ പ്രസിഡന്റ് തന്നെയാണ്. ഈ പ്രസിഡന്റ് ചെറുപ്പത്തിൽ തന്റെ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വിഷാദത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവന്റെ അവസ്ഥ കാണാൻ കഴിയാതെ ഇവന്റെ അമ്മാവനായ ബാബു ഇവനെ തന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ബാബു അടിസ്ഥാനപരമായ ഒരു പാചകക്കാരനായതുകൊണ്ട് അവനെയും പാചകം പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ബാബു ഒരു ദിവസം കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഒരു മദ്യപൻ ഭക്ഷണം നന്നായില്ലെന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് തുപ്പി. പിറ്റേന്ന് തന്നെ തന്റെ അമ്മാവനെ അപമാനിച്ച ആ വ്യക്തി ദുരൂഹമായി മരിച്ചു കിടക്കുന്നത് കണ്ട ഈ കുട്ടിക്ക് സംശയം തോന്നി. തന്റെ അമ്മാവൻ താൻ അറിയാതെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് കരുതി പോയി നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ അവന്റെ അമ്മാവൻ മന്ത്രവാദം ചെയ്യുന്നത് കണ്ടു. ദിവസം ചെല്ലുന്തോറും ആ ബാബു ചെയ്തിരുന്ന ക്ഷുദ്രപൂജകളും മന്ത്രവാദങ്ങളും അവൻ ഒളിഞ്ഞു നോക്കി. അവസാനം തനിക്കും തന്റെ അമ്മാവനെ പോലെ അസാധാരണ ശക്തി വേണമെന്ന് ആഗ്രഹിച്ച് മന്ത്രവാദം പഠിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബാബു അസുഖം ബാധിച്ച് മരിച്ചുപോയി. ഇവിടെ ആ കുട്ടി, അതായത് പ്രസിഡന്റ്, ദിവസം ചെല്ലുന്തോറും ക്ഷുദ്രപൂജകൾ ചെയ്ത് കൂടുതൽ ശക്തനായി. എങ്ങനെയെങ്കിലും താൻ കൊന്ന തന്റെ അമ്മയുടെ ആത്മാവിനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അതേസമയം സൈനികർ ആ ഗ്രാമത്തിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. ആ ഗ്രാമത്തിലെ പ്രസിഡന്റ് തന്റെ മകനോട് തന്നെ സൈനികർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പോൾ തന്റെ അമ്മാവൻ ബാബുവിൽ നിന്ന് ഈ കുട്ടി പാചകം പഠിച്ചിരുന്നല്ലോ. അവൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച സൈനിക ഉദ്യോഗസ്ഥന് അത് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ മകന് സൈന്യത്തിൽ പാചകക്കാരനായി ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിപ്പോയി. ഇവൻ വിക്രം സിംഗിനോടൊപ്പം അവന്റെ ബാച്ചിൽ ജോലി ചെയ്യുമ്പോഴാണ് കേദാർനാഥ് ഓപ്പറേഷന് പോയത്. എന്നാൽ അതേസമയം ഗ്രാമത്തിൽ തന്റെ അച്ഛൻ പ്രസിഡന്റ് മരിച്ചു പോയതറിഞ്ഞ് അവൻ ജോലി രാജിവെച്ച് തിരികെ വന്നു. ഇപ്പോൾ ഗ്രാമത്തിൽ ഇതിനു മുൻപ് ഇവന്റെ അച്ഛനായിരുന്നല്ലോ പ്രസിഡന്റ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഗ്രാമവാസികൾ ഇവനെ തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ഈ സൈക്കോ പ്രസിഡന്റ് ആയതിനു ശേഷം മരിച്ചുപോയ തന്റെ അമ്മയോട് എങ്ങനെയെങ്കിലും സംസാരിക്കണമെന്ന് കൂടുതൽ ആഗ്രഹമായി.
എന്തായാലും ഇവന് ക്ഷുദ്രപൂജകളെല്ലാം അറിയാമല്ലോ. തന്റെ അമ്മയുടെ ജാതകവുമായി ചേരുന്ന ജാതകമുള്ള പെൺകുട്ടികളെ അവൻ കണ്ടെത്തി. പൗർണമി ദിവസം അവരെ തട്ടിക്കൊണ്ടുപോയി ക്ഷുദ്രശക്തിക്ക് ബലി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ 21 പെൺകുട്ടികളെ ക്ഷുദ്രശക്തിക്ക് ബലി കൊടുത്താൽ തന്റെ അമ്മയുടെ ആത്മാവ് ആവാഹിക്കപ്പെടുമെന്ന് അവൻ വിശ്വസിച്ചു. ബലി കൊടുത്തതിനു ശേഷം ആ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ തന്റെ വീടിന് പിന്നിലുള്ള തോട്ടത്തിൽ കുഴിച്ചിടാൻ തുടങ്ങി. പ്രസന്റിൽ ഈ വിവരം അറിഞ്ഞുടൻ പോലീസും ഗ്രാമവാസികളും പ്രസിഡന്റിന്റെ തോട്ടത്തിലേക്ക് വരുന്നു. അവിടെ നോക്കിയപ്പോൾ ഈ സൈക്കോ പ്രസിഡന്റ് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ റോസാ ചെടികൾ നട്ടിരിക്കുന്നത് കണ്ടു. ഇപ്പോൾ കനക തന്റെ സുഹൃത്ത് ചന്ദ്രികയുടെ മൃതദേഹം എവിടെയാണെന്ന് തിരയുന്നു. എന്നാൽ അവിടെയെങ്ങും ചന്ദ്രികയുടെ മൃതദേഹമോ അസ്ഥികുടമോ കണ്ടെത്താനായില്ല. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് വീണ്ടും ബെൽറ്റ് കൊണ്ട് നന്നായി അടിച്ച് ചന്ദ്രികയെ എന്തു ചെയ്തു, അവളുടെ മൃതദേഹം എവിടെ എന്ന് ചോദിച്ചു. അവളുടെ വാക്കുകൾ കേട്ട ആ പ്രസിഡന്റ് മറ്റൊരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുത്തി. ചന്ദ്രികയുടെ മൃതദേഹമോ? ഞാനെന്തിന് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോകണം? ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ചന്ദ്രികയുടെ ജാതകം എന്റെ അമ്മയുടെ ജാതകവുമായി ചേരില്ലായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് തുടർന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് കൂടി വെളിപ്പെടുത്തി. കനക, സത്യത്തിൽ അന്ന് ഞാൻ നിന്നെയാണ് തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത്. കാരണം നിന്റെ ജാതകം എന്റെ അമ്മയുടെ ജാതകവുമായി ചേരുന്നുണ്ട്. അന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോയി ബലി കൊടുക്കാനായി ക്ഷുദ്രപൂജ ചെയ്യുമ്പോഴാണ് ബാബ്ജി അവിടേക്ക് വന്നത്. എന്നെ കുറിച്ച് ആരെങ്കിലും അറിയരുതെന്ന് കരുതി ഞാൻ ബാബ്ജിയെ കൊന്ന് കുളത്തിനരികിൽ അവന്റെ മൃതദേഹം ഉപേക്ഷിച്ചു. ഞാൻ ബലി കൊടുക്കേണ്ടിയിരുന്ന അവസാനത്തെ നരബലി നീയായിരുന്നു എന്ന് പറഞ്ഞ് വിചിത്രമായി ചിരിക്കുന്നു. ഇവന്റെ വാക്കുകൾ കേട്ട കനകയ്ക്ക് കൂടുതൽ ഞെട്ടലുണ്ടായി. ഇവൻ ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ചന്ദ്രിക ഇപ്പൊ എവിടെയാണ്? അവൾക്ക് എന്തു പറ്റിയെന്ന് ഓർത്ത് കരയാൻ തുടങ്ങി. അതോടെ ഈ സീസൺ 1 അവസാനിക്കുന്നു. സീസൺ 2 ഒരുപക്ഷെ ചന്ദ്രികയ്ക്ക് എന്തു പറ്റിയെന്നും അവളെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നും കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.